മാടനും മറുതയും പക്ഷിയും യക്ഷിയും കാലനുമടക്കമുള്ള പ്രകൃതിശക്തികൾ ഇലന്തൂർ കാവിലമ്മയ്ക്ക് മുന്നിൽ തപ്പിന്റെ രൗദ്രതാളത്തിൽ തുള്ളിയൊഴിഞ്ഞു. കഴിഞ്ഞ രാത്രി പുലരും വരെ നീണ്ട വലിയ പടയണിയോടെ പ്രസിദ്ധമായ ഇലന്തൂർ പടയണിക്ക് സമാപനമായി. കഴിഞ്ഞ രാത്രി 10 മണിയോടെ ഇലന്തൂർ മണ്ണും ഭാഗത്തു നിന്ന് നൂറുകണക്കിന് ചൂട്ടുകറ്റകളുടെയും വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും വായ്ക്കുരവുകളുടെയും അടവി വൃക്ഷക്കൊമ്പുകളുമേന്തി ഘോഷയാത്രയായി അനുഗമിച്ച കരക്കാരുടെയും അകമ്പടിയോടെ എത്തിയ കോലങ്ങളെ കാപ്പൊലിച്ച് കളത്തിലേക്ക് ആനയിച്ചു. ആദ്യം ഭഗവതിയുടെ പ്രതിരൂപമായ ഭൈരവിയും സഹോദരിയായ കാഞ്ഞിരമാലയും തോഴിമാരായ യക്ഷിക്കോലങ്ങളും ഭൂതഗണങ്ങളായ മറുത, പക്ഷി എന്നീ കോലങ്ങളും കളത്തിലെത്തി. പിന്നീട് പുലവൃത്തം, താവടി എന്നിവയ്ക്ക് ശേഷം ശിവക്കോലം കളത്തിലെത്തിയതോടെ പാളക്കോലങ്ങൾ കളത്തിലിറങ്ങി. ഗണപതി, മറുത, പക്ഷി, മാടൻ, സുന്ദരേക്ഷി, അരക്കിയക്ഷി, മായായക്ഷി, അന്തരേക്ഷി, എരുനാഗേക്ഷി, കരുനാഗേക്ഷി, കരിങ്കാളി എന്നീ കോലങ്ങൾ ഒന്നൊന്നായി കളത്തിലെത്തി തുള്ളിയൊഴിഞ്ഞു. ഇടവേളകളിൽ കാഴ്ചക്കാർക്ക് ചിരിക്കാനും ചിന്തിക്കാനും വഴിയൊരുക്കിക്കൊണ്ട് പരദേശി അമ്മൂമ്മ, ഗുരുവും ശിഷ്യനും തുടങ്ങിയ വിനോദങ്ങളും കളത്തിലെത്തി. പുലർച്ചയോടെ കരയുടെയും കരക്കാരുടെയും സർവ്വദോഷങ്ങളും തീർക്കാനായി പൂപ്പട തുള്ളിയതോടെ ഈ വർഷത്തെ ഇലന്തൂർ പടയണിക്ക് സമാപനമായി. തുടർന്ന് ചൂട്ടുവെച്ച് പടയണക്കളത്തിലേക്ക് വിളിച്ചിറക്കിയ ഇലന്തൂർ കാവിലമ്മയെ വഞ്ചിപ്പാട്ടിന്റെയും വായ്ക്കുരവുകളുടെയും അകമ്പടിയോടെ ശ്രീകോവിലിലേക്ക് ആനയിച്ചു. ഇതോടെ ഇലന്തൂർ കരയുടെയും കരക്കാരുടെയും അടുത്ത പടയണിക്കാലത്തിനായുള്ള 1 വർഷം നീളുന്ന കാത്തിരിപ്പും ആരംഭിച്ചു.